ഒന്ന് വേഗം ആകട്ടെ കേശവൻകുട്ടി. 1-ാം തീയതി ആയിട്ട് ഒരു കൈനീട്ടം വാങ്ങാനുള്ളതാ. കൈനീട്ടോ? എവിടെന്ന്? കുറെ വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുനാരായണന് ഞാൻ കടം കൊടുത്ത പണം ഇന്ന് തിരിച്ചു കിട്ടാൻ പോവാ. എന്നാ വെളുത്ത കാക്ക മലന്ന് പറക്കും. തമാശ പറയല്ലേ ഭൈരവ. തമാശ അല്ല കേശവ, അവനിന്ന് കുറച്ച് പണം കിട്ടും, അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഈ നാട്ടിൽ ഇനി ആരാടാ അവന് വിശ്വസിച്ച് പണം കൊടുക്കുന്നത്? അയ്യോ, ഈ നാട്ടിൽ നിന്നല്ല, പുറം നാട്ടിൽ നിന്നാ. പണവും കൊണ്ട് ആൾക്കാർ ഇപ്പൊ ഇങ്ങെത്തും. അവന് പകൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ല, അതുകൊണ്ട് അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. കിട്ടുന്നതിൽ പകുതി എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ദേ പറഞ്ഞതാവും ആയിട്ടില്ല, പണവും കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ദാ വരുന്നു. ആ ഭൈരവൻ ഇങ്ങോട്ട് വന്നോ? ഭൈരവൻ ഇങ്ങോട്ട് വന്നോന്നോ? എപ്പോഴേ വന്നു. എവിടെ? ദേ നിൽക്കണു ഭൈരവൻ. ആ വിഷ്ണുനാരായണൻ? അതെ, വിഷ്ണുനാരായണന്റെ ഉച്ച ചങ്ങാതി തെങ്ങുംപുറത്ത് വീട്ടിൽ ഭൈരവൻ. അതെ, വിഷ്ണു മാറി നിൽക്കണോണ്ട് വേറൊന്നും തോന്നരുത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ആര് ചോദിച്ചാലും അവനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അവന് കൊടുക്കാനുള്ളത് ഇങ്ങ് തന്നാ മതി. പറയടാ പുല്ലേ, എവിടാ നിന്റെ ചങ്ങാതി? പണവും വാങ്ങി മുങ്ങി നടന്നിട്ട് അവന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അവന്റെ ആളാണല്ലേ? എന്നെ കൊല്ലരുത്, എനിക്ക് വിഷ്ണുവിനെ അറിയില്ല, എന്നെ കൊല്ലരുത്. ഞങ്ങള് വിഷ്ണുവിനെ തിരക്കുമെന്നാണ് നിവനെങ്ങനെ മനസ്സിലായി? പണം കൊണ്ടുവന്ന് ഇവരായിരിക്കും. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭൈരവൻ, വിഷ്ണുവിന്റെ ഉറ്റ ചങ്ങാതി. ഇതേ ജീപ്പിൽ വരുമെന്നാ വിഷ്ണു പറഞ്ഞത്. ഉള്ളത് പറയാലോ, വിഷ്ണുവിനെ പോലത്തെ ഡീസന്റ് ഒരു പയ്യൻ ഈ നാട്ടിലില്ല. ഏതായാലും എന്റെ മുമ്പിൽ തന്നെ ഒന്ന് പെട്ടല്ലോ. അല്ല, വിഷ്ണുവിന്റെ വീട് പറഞ്ഞു തന്നില്ല. ഇവിടെ നേരെ പോയിട്ട് വലത്തോട്ട് ഇരുന്നിട്ട് ആദ്യം കാണുന്ന പഠിപ്പുരയുള്ള വീട്. അല്ല, വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പണമോ? ഏത് പണം? അപ്പൊ നിങ്ങൾ പണം തരാൻ വന്ന ആൾക്കാരല്ലേ? അല്ല, തന്ന പണം തിരിച്ചു കൊടുക്കാത്തതിന് വിഷ്ണുനാരായണന്റെ വീട് ജപ്തി ചെയ്യാമെന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരാ ഞങ്ങള്. എവിടെ? യവനിതൂടെ പോയി. സാർ സാർ സാർ, കിട്ടിലെല്ലാം കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു. ആരാ പിടിച്ചത്? നമ്മുടെ ഹെഡ് മാസ്റ്റർ പിള്ള സാർ. അപ്പൊ വിഷ്ണുനാരായണൻ പിടിച്ചില്ലേ? ആ, പിടിക്കാൻ പോയിട്ടുണ്ട് ഭക്തപ്രിയൻ ചിട്ടി ഫണ്ടിലേക്ക്. താങ്ക് യു. എന്താ ഇത്? സോറി സാർ. ആരാ സാറേ, എന്താ ഇത്? വേറെ ആരാ? ആ വിഷ്ണുവിനെ തിരക്കിയ 10,000-ന്റെ ഒരു ചിട്ടി പിടിക്കാൻ വന്നവന്റെ പുറകിൽ 10,000 പേരാ. 14,500, 15,000, 15,000 ഒരു തരം, 15,000 രണ്ടു തരം, 15,100. നിങ്ങൾ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയ കൈ വല്ല ഒതുങ്ങണ്ടേ? എന്നാ താനങ്ങ് വിട്ടോ, ഞാൻ പിടിച്ചോളാം. 15,100 ഒരു തരം, 15,100 രണ്ടു തരം. ലേലം ഉറപ്പിക്കാൻ പോവാ. 15,100. $16,000 ഒരു തരം, 16,000 രണ്ടു തരം, 17,000. അയ്യോ, എന്റെ പൊന്ന് ചേട്ടാ, ചതിക്കരുത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ. ഈ ചിട്ടി പിടിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ചാവുക നിവൃത്തിയുള്ളൂ. അത്ര കഷ്ടത്തിലാ ഞാൻ. ഇത്തിരി കഷ്ടത്തിലാ. 17,000 ഒരു തരം. ഒരു മിനിറ്റ് ചേട്ടാ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, ഒന്ന് വിട്ടേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? തനിക്ക് എന്താ എത്ര ആവശ്യം? ഇന്നലത്തെ കപ്പലിൽ ദുബായിൽ നിന്ന് ഒരു പെട്ടി സ്വർണം വന്നിട്ടുണ്ട്, അതീന്ന് കുറച്ച് വാങ്ങാനാ. 17,000 രണ്ടു തരം, 17,500. ഇനിയെങ്കിലും ഈ ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്റെ വിഷ്ണു? തൽക്കാലം ഒരു കടവെങ്കിലും വീട്ടാൻ സാധിച്ച അത്രയെങ്കിലും ആയില്ലേ. ജീവിതം കൈവിട്ടു പോവാ എന്റെ താമുകേട്ടാ. എല്ലാം ഇട്ടെറിഞ്ഞ് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലോ ഒന്ന് ആലോചിക്കാൻ ഞാൻ. വിഷ്ണു, അതിലേ വരാം. എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയണ ഒന്ന് കേൾക്ക്. പോകാം. വീട് ജപ്തി ചെയ്യാൻ ആള് വന്ന്. ചെയ്തോട്ടെ, അതിന് എന്റെ വീടല്ലല്ലോ, നിന്റെ വീടല്ലേ? അയ്യോ, എന്റെ വീടല്ല, നിന്റെ വീടാ. അയ്യോ, പരിപാടി ബുക്ക് ചെയ്യാൻ വന്നവരാന്നാ തോന്നുന്നേ. ഇതങ്ങോട്ടേക്ക്.
ഒരു മിനിറ്റ് ഒന്നും എന്താ? ഒന്നും എന്താ? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? താനാരാ? ഞാൻ വിഷ്ണുനാരായണൻ. ഓ, പൊന്നുപടത്തിൽ വിഷ്ണുനാരായണൻ. അതെ സാർ, ആ. ഹതഭാഗ്യം ഞാനാണ്. അത് ശരി. എന്താ സംസാരിക്കാന്ന് വെച്ചാ പറഞ്ഞോ. സാർ പ്ലീസ് ദയവ് ഇത് വീട് ഇപ്പൊ ജപ്തി ചെയ്യരുത്. അത്രേ ഉള്ളൂ. എടോ, ഞങ്ങള് വീട് ജപ്തി ചെയ്യാൻ വന്നതല്ല. ഓ സന്തോഷം. ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. സാർ പ്ലീസ്, സാറിന്റെ ഗതികേട് മനസ്സിലാക്കണം. കെട്ടുപ്രായത്തിൽ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കേണ്ടി വന്നു. അത് പലിശ കയറി മുടിയാറായപ്പോ വീട്ടുകാരറിയാതെ ഈ വീട് പണയപ്പെടുത്തിയാ ഞാൻ ആ കടം വീട്ടിയത്. ഇപ്പൊ സാർ ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച ജപ്തിക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ അടക്കും സാർ. ഓ, ഇതല്ല എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പറയും? ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാലൊന്നും പിടിക്കണ്ട. എടോ, ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഒട്ടിക്ക്. ഇന്നത്തെ കച്ചേരി ഒരു കലക്ക് കലക്കണം. സംഗീത വിദ്വാൻമാർ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. ഒരു നല്ല വഴിക്കിറങ്ങുമ്പോ വായിക്കാൻ കണ്ട വാർത്ത. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികേറി. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലോ? അവിടെ നമ്മുടെ പരിപാടിയല്ലേ ബുക്ക് ചെയ്തിരിക്കുന്നത്? അതിൽ ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ? അയ്യോ പേരില്ല, വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. നിനക്ക് തെറ്റിക്കാണോ? ഞാൻ പേരാണ് നോക്കട്ടെ. ഇതിനൊന്നുമില്ല. അയ്യോ അളിയൻ വിളിച്ചോ? ഇല്ല. തോണ്ടിയ പോലെ ഇല്ല. ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ. ഓ, എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. ഇത്രയും മഹാമനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ. അതെ, സാറിത ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിച്ചോ? ആര്? സാറ് സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസീൽദാർ ദിവാകര കൈമളെ ചുരുട്ടി വടക്കി കയ്യിലെടുക്കാമെന്ന് ആരാടോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ സാറെ ചതിക്കരുത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല. അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ? മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുപോകണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മദിരാക്ഷി. പെണ്ണ്. പെണ്ണോ? നീ വന്നേ. നീ ടെൻഷൻ അടിക്കണ്ട. കണ്ടെടുത്തോളം പരമത്തറിയാം. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. പോടാ. എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാകും. ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ 4 കാലിലാണ്. നീ ഒന്നുകൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചിട്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ. ഹലോ, എത്തിയോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിനിവിടെ നിർത്തിയിട്ട് അവനത് എവിടെ പോയി? ഭൈരവ, ഭൈരവ, ഞാൻ ഇവിടെ ഉണ്ടേ. നമസ്കാരം. അയ്യേ, നീ എന്താ ഈ കോലത്തില്? വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു. ഈ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഒരു മരുന്നിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. അയാളിപ്പ എങ്ങനെ?
അയാള് ഫ്ലാറ്റാ. ഫ്ലാറ്റ് ആണല്ലോ ആ. എങ്കിൽ ധാരാളം. വിഷ്ണു കൈമളേട്ടാ. അതും നീയും അയാളും അയ്യേ അതാവില്ല. എന്നാലും എങ്ങനെയത് ഈശ്വര. ഞാൻ വന്നു. ഉണരുന്നേ. തൊട്ടു തൊട്ടില്ല തൊട്ട് തൊട്ടില്ല പൊട്ടിട്ടുവല്ലോ പോലീസ് പോലീസ് ഓടിക്കോ. ഇവിടെ മൊത്തം ഇത് തന്നെ. ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വാ എന്റെ മുത്ത്. ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി. താടിയുള്ള പെണ്ണോ? ഞാൻ പെണ്ണല്ല ആണാ. വസ്താക്ഷേപം നടത്തുന്നോ? എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ. അയ്യോ, അയ്യോ. ഹേയ്, ഹേയ്, ആ, പറ്റിച്ചേ. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടി വയസ്സാം കാലത്ത് അവന്റെ ഒക്കെ ഒരു സുഖിക്കല്. ഈ പരമേശ്വരന്റെ അടുത്താ കളി. നേരം കുറെ ആയല്ലോ ഈ ഓട്ടം തുടങ്ങിയിട്ട്. അടുത്ത് അമ്മവാ ഒന്ന് ചവിട്ടി വിട്. ചായയോ? ചായ ടൗണിലേ കിട്ടൂ. അയ്യോ പോലീസ്. വണ്ടി തിരിച്ചു വിടറോ, നേരെ പോട്ടെ. വണ്ടി തിരിച്ചു വിടറോ. തിരിക്കണ നേരെ പോട്ടെ, നേരെ പോട്ടെ. അയ്യോ തിരിച്ചു വിടെ. എന്താടാ ഒരു കള്ളത്തരം? ഇറങ്ങി വാടാ ഇങ്ങോട്ടോ. നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടാ? റൈഡ് റീഡോ എവിടെ? റേസ് സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ? സ്പോർട്സ് പ്രേമികളാണല്ലേ? അതെ സാർ. എന്താടാ അത്? കാറ്, അതിനുള്ളിൽ എന്താടാ? സീറ്റ്, അതിനകത്തിരിക്കുന്ന എന്താണ്? ഓ സഞ്ചിയാ. ഇതിലടാ പെട്ടി. എന്താടാ വെട്ടി. എന്താടാ ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ. എന്താടാ നിന്റെ അച്ഛന്റെ പേര്? ഭൈരവൻ. നിന്റെ പേരെന്താടാ? ഭൈരവൻ. അച്ഛന്റെ മോന്റെ പേരൊന്നോ? ഭൈരവൻ മകൻ ഭൈരവൻ, അത് ഭാസ്കര ഭൈരവൻ, ഇതുവരെ ഭൈരവൻ. ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? പണയം വെക്കാൻ. അച്ഛന്റെ ചിതാഭസ്മം പണയം വെക്കുന്നു? അത് പിന്നെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ഒരുതരം പണയം വെക്കലല്ലേ സാർ? ഞാൻ നിങ്ങൾ ലിഫ്റ്റ് വയ്ക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്റെ ജീപ്പ് കേടായി. ഏതായാലും നിങ്ങൾ നല്ല കാര്യത്തിൽ പോലെ ഞാൻ തടസ്സപ്പെടുത്തില്ല. പോയിക്കോളൂ. വേണ്ട സാർ, ഞങ്ങൾ സാറിന് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിട്ട് പോവാം. വേണ്ട സാറിന് സ്റ്റേഷനിൽ കൊണ്ടാക്കണം. വേണ്ട ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. വേണ്ട വേണം സാർ. വേണ്ട വേണം വേണ്ട വേണം വേണ്ട. നിൽക്കൂ. നമ്മൾ സ്പോർട്സ് നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ വെച്ചല്ലേ കണ്ടുമുട്ടി? അതെ സാർ. ഓടുമ്പോ അവരെന്നെയല്ലേ കണ്ടു, ഞാൻ അവരെ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ വെച്ചാരെയും കണ്ടത്? ഏതായാലും ഇപ്പൊ കണ്ടില്ലേ.